500 ഉസുലാക്കി ഇത്തലായാലും എത്ര 500 ഉസുലാക്കിയ നാരി ഉസ്താദ് ഉസുലാക്കിയെന്ന് ഇത് കൊടുക്കാൻ മനസ്സില ഉസുലാക്കിയത് കമ്മിറ്റിക്കാരുണ്ട് 500 ഉസുലാക്കി ഇത്തായാലും അങ്ങനെയല്ല. ഈമാനുള്ളവർക്ക് കൊടുത്ത സന്തോഷമാണ്, കൊടുത്താൽ ഭയങ്കര ആനന്ദമാണ്, കൊടുത്താൽ മനസ്സിന് സമാധാനമാണ്. അവർക്ക് ടെൻഷനുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ബേജാറുകളും വരുന്നതിനെ തൊട്ട് ഈ സദഖ കാവലാണ്, ഈ സദഖ കാവലാണ്. താബീകളിൽപ്പെട്ട ഒരു മഹാനുഭാവന്റെ അടുത്തേക്ക് ഒരു കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുകയാ, അല്ല സഹോദരാ എന്തെങ്കിലും തരാമോ? ഉള്ളത് മുഴുവനും കൊടുത്തു. അയാള് താബിയാണ്, താബീങ്ങളിൽപ്പെട്ട മഹാനാണ്. ആ മഹാനോട് എല്ലാം ചോദിച്ചതെല്ലാം കൊടുത്തു. അയാള് പോയ ശേഷം ഇയാള് പൊട്ടി പൊട്ടി കരയുകയാണ്, നെഞ്ചത്ത് കൈയടിച്ചിട്ട് കരയുകയാ. ഭാര്യ ചോദിച്ചു, അല്ല ഭർത്താവേ എന്തിനാണ് കരയുന്നത്? കൊടുത്തത് കൂടിപ്പോയോ? എന്തിനാണ് കരയുന്നത്? അയാള് പറയുന്നു, കൊടുത്തത് കൂടിയിട്ടല്ല, കൊടുത്തത് ഓവറായിട്ടല്ല, പിന്നെ എന്റെ കൂട്ടുകാരനാണ് അയാള്, എന്റെ സഹോദരനാണ്, എന്റെ പരിചയക്കാരനാണ്. അയാൾക്ക് ബുദ്ധിമുട്ടായിട്ട് അയാൾ എന്റെ വീട്ടിലേക്ക് വന്ന് ചോദിക്കേണ്ടി വന്നല്ലോ. ഞാൻ അയാളോട് ചോദിച്ചു കൊടുക്കേണ്ടതല്ലേ? എന്റെ വീട്ടിലേക്ക് അയാൾ വരാൻ ഞാൻ കാരണക്കാരനായില്ലേ? അല്ലാഹു എന്നെ ശിക്ഷിച്ചു കളയുമോ? അയാളോട് ഞാൻ ചോദിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ടതല്ലേ? അതിനാണ് ഞാൻ കരയുന്നതെന്ന് താബീങ്ങളിൽപ്പെട്ട മഹാൻ പറയുകയാണ്. കൊടുത്തതിന് ബേജാറ് കൊണ്ട് വീട്ടിൽ കൊടുത്തില്ലേ? അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടതല്ലേ? എന്റെ വീട്ടിലേക്ക് അയാൾ ഇങ്ങോട്ട് വന്നതല്ലേ? അതിനു വേണ്ടി അല്ലാഹു എന്നെ ശിക്ഷിച്ചു കളയുമോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. നമ്മളാ കൊടുത്തിട്ടായിട്ട് ബേജാറ് വെറുതെ അത്ര അവിടെ സ്പിരിറ്റിൽ ചൊന്നുപോയി 5000 10,000 കൈ മേലാക്കി പഠിച്ചോനെ വേണ്ട എങ്ങനെ സലാമത്ത്. ചിലൾ അങ്ങനെ ആക്കുന്ന നണ്ടതിക്കട്ടെ 10 ചാക്കാരി നണ്ടതൊരു AC എല്ലാ ചൊല്ലുമ്പോ ബലിയാളെ പറഞ്ഞു. പിന്നെ നാണത് പിന്നെ എല്ലാവരും ചൊല്ലട്ട് നാണ് ഫസ്റ്റ് വരും ഒരു ആഡ് നണ്ടത് കേക്കോ തീരാ ഹരി ഫസ്റ്റ് വിളിച്ചോ ഞാൻ ഫസ്റ്റ് കങ്ങൾ യാറെ വിളിക്കിട്ട് ഞാൻ 10 ചാക്ക് ഫസ്റ്റ് ഉരുളോട് കള്ളു ചൊന്ന നാ തല്ല തറകാവില്ല നാ തണ്ടെങ്കിൽ ഇങ്ങനെ നക്ക് തണ്ടലില്ല നിങ്ങൊന്നില്ല. പിന്നെ വലിയൊരാളാണ്. പണ്ടൊരാളൊരു പള്ളി കെട്ടാൻ വേണ്ടി ജാഗ എടുത്ത, ആരും ജാഗ കൊടുക്കില്ല. ഒരാളെ കോയിന്റെ ഫോറമിന്റെ അപ്പുറത്ത് ജാഗയുണ്ട്. അങ്ങനെ വലിയൊരു വാളാക്കി ഗ്രൗണ്ട്. ആരാര് കേട്ടെങ്കിൽ പള്ളിക്ക് ആര് സപ്പോർട്ടാക്കുന്നില്ല. ഇയാള് കമ്മിറ്റിക്കാരോട് ചൊല്ലി, നിങ്ങൾ വാളലാക്കണം, ഞാൻ ജാഗ നാത്തണ്ട ആരാജാർ ജാഗ നാത്തറ തൊന്തരൊന്നുമില്ല, ജാഗ നാത്തണ്ട ജാഗ ഇനി പള്ളി കെട്ടാൻ കളക്ഷൻ വാളിന്റെ ഉസ്താദല്ല വന്ന് കളക്ഷനിലാക്കി. സിമെന്റ് അതേ അജാർ, ജല്ലി അതേ അജാർ, കമ്പിയല്ല ഇരുമ്പ് എല്ലാം അയല്ലേ. ഉസ്താദ് ഭർജരി ദ്വാരന്നിട്ട് പോയിട്ട് പള്ളി തുടങ്ങുന്ന കാണുന്നില്ല. വേറെ ആരെന്ത് ചൊല്ല കൂട്ടിട്ട് എല്ലാ പള്ളിയുടെ സാമാനം തന്നെ. പിന്നെ മരിക്കോളയാൾ പള്ളി കെട്ടിയിട്ടില്ല. ഇതെന്ത് ജാഗ ഇയാളെ തരുന്ന പള്ളിക്ക് സിമെന്റ് ഇതല്ല. വേറെ ആള് സിമെന്റ് കല്ല് കൊടുത്ത ഇയാൾ ജാഗയിലിട്ടില്ലേ വന്നെങ്കിൽ പള്ളി ഇട്ടണ്ടേ? വേറെ ആറ് എട്ടവറകില്ല, കല്ല് ഇട്ടകുമില്ല, സിമെന്റ് എട്ടറകില്ല, പള്ളി കെട്ടകുമില്ല. അയാളെ ജാഗ സേഫായി ഭരിക്കോള ഉണ്ടാ. ചില ഐഡിയ ചില എങ്ങനത്തെ ഐഡിയ. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ചില അങ്ങനെ ഉണ്ട്. എങ്ങനെ കൊടുക്കുന്ന നീ എങ്ങനെ വയല് പറഞ്ഞ ചരിത്ര ദുആക്കെല്ലാം ഉണ്ട്. ഒരു 500 രൂപ ചില മെല്ലെ ഹലോ ഇപ്പൊ ഒരു പോക്ക് സീത മീറ്റിംഗിൽ കളക്ഷൻ തുടങ്ങുമ്പോ ഒരു അർജന്റ് ഫോൺ വരുന്നത് വണ്ണ കാതൊക്കെ വെച്ചു. ഈ മീറ്റിംഗിൽ ഫോൺ വെച്ചോണ്ട് പോകുന്നില്ലേ, പിടിച്ച് അപ്പതേ പാട്ടുണ്ട് ലൗഡ് സ്പീക്കർ ആക്കുന്നു. ഇല്ലെങ്കിൽ പെഞ്ഞായിട്ട് ചൊന്നും പണ്ട് നാ ഒരു മിസ് കോൾ ആക്കറേ അപ്പൊ നീനൊക്കെ കോൾ ആക്കണോ? ഓ മിസ് കോൾ ആക്കി മുണ്ടാതിരിക്കുന്നത് 5 മിനിറ്റ് അർജന്റ് ഫോൺ ഇപ്പൊ പണ്ടായിട്ട് പോയാ പോക്കോ. നെക്സ്റ്റ് മീറ്റിംഗല്ല പിന്നത്തെ മീറ്റിംഗിന് വരണോ? ഒളിച്ചു കളിക്കുന്നവർ അല്ലാഹു ഇതുപോലെ നിനക്ക് തരുന്നതിൽ അല്ലാഹു വീഴ്ച വരുത്തും. നിനക്ക് തരുന്നതിൽ അല്ലാഹു കുറക്കുകയാണ്. ധാരാളം കൊടുത്തു പോയാൽ മലക്കുകളുടെ ദുആയുണ്ട്. മാത്രമല്ല സമ്പത്തിൽ ബറക്കത്തുണ്ട്.
സമ്പത്തിൽ അത് ബറക്കത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്സിന് സമാധാനമുണ്ടാകും. പിന്നെയോ പ്രതിഫലം കൂടി 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 പോകുന്നു. ധാരാളം പ്രതിഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നു. പിന്നെയോ സലാമത്തുൻ മിൻ ഗളബിർ റബ്ബ്, അല്ലാഹുവിന്റെ കോപത്തെ തൊട്ടവൻ ദൂരത്താവുകയാണ്. അദാബിറങ്ങൂല, അവന്റെ വീട്ടിൽ തീ പിടിക്കൂല, അവന്റെ വീട്ടിലേക്ക് മാരക രോഗം വരൂല, അല്ലാഹുവിന്റെ ശിക്ഷ വരൂല. വല്ല രോഗം വന്നാൽ, വല്ല ബുദ്ധിമുട്ട് വന്നാൽ അത് സ്വർഗത്തിലേക്കുള്ള പ്രതിഫലത്തിന് വേണ്ടിയാണ്, അത് ശിക്ഷക്ക് വേണ്ടിയല്ല. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന നന്മ അതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്ക് വെച്ചൊരു ദിക്ർ പറഞ്ഞു തരാണ്. ഒരു ദിക്ർ, ഒരു ഓർമ്മക്ക് വേണ്ടി ഒരു ദിക്ർ. ഓർമ്മയില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ലൈവിൽ നോക്കി, ഞാൻ ലൈവിന്റെ അടിയിൽ ആരോടെങ്കിലും എഴുതിയിടാൻ വേണ്ടി പറയാം. ലൈവ് ചെയ്ത് അൽക്കൗസറ അല്ലേ, അൽക്കൗസറ അതിന്റെ അടിയിൽ ആരോടെങ്കിലും എഴുതിയിട്ടിടാൻ പറയാം, കോപ്പി ചെയ്തിട്ടിടാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഒരു ദിക്ർ അബൂദർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അബൂദറുൽ ഗിഫാരി തങ്ങളെ, ഭൂമിയെ കാണും ഫേമസ് ആണ് ആകാശത്തിൽ, മലക്കുകളുടെ ഇടയിൽ അബൂദർ തങ്ങൾ വല്ലാത്ത ഫേമസ് ആണ്, വലിയ ആളാണ്, വലിയ മഹാനാണ്. ഭൂമിയിൽ അറിയപ്പെടുന്നതിനെ കാണും വലിയ പബ്ലിസിറ്റി ഉണ്ട് മലക്കുകളുടെ ഇടയിൽ അബൂദർ തങ്ങൾക്ക്. അതിനുള്ള കാരണം ഒരു 10 വാക്യങ്ങളെ കൊണ്ടുള്ളൊരു ദുആയാണ്. അബൂദർ തങ്ങളുടെ ദുആ, ആ ദുആ ഏതാണെന്നറിയൊന്ന് പറയുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ദായിമാ വഅസ്അലുക ഖൽബൻ ഖാശിയാ വഅസ്അലുക ഇൽമൻ നാഫിയാ വഅസ്അലുക യഖീനൻ സാദിഖാ വഅസ്അലുക ദീനൻ قيما وأسألك العافية من كل بلية وأسألك تمام العافية وأسألك دوام العافية وأسألك الشكر على العافية وأسألك الغنى عن الناس. ഈ ദിക്ർ ദുആ, ഈ ദുആ ചൊല്ലുമായിരുന്നു അബൂദറുൽ ഗിഫാരി തങ്ങൾ. ജിബ്രീൽ പറയുന്നു, യാ മുഹമ്മദ് വല്ലദീ ബഅസക ബിൽ ഹഖി നബിയാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ ദുആരെങ്കിലും അങ്ങയുടെ ഉമ്മത്തികളിൽപ്പെട്ടവർ ദുആ ചെയ്താൽ അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊറുത്തപ്പെടുന്നു. ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അവനെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നു, സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുന്നു, മലക്കുകൾ അവനെ വിളിക്കുന്നു. യാ വലിയല്ലാഹ്, അല്ലാഹുവിന്റെ വലിയേ, സ്വർഗത്തിൽ കടന്നു. മിന്നൈ ബാബിൽ ജന്നതി ശിഅത, നീ ഏത് വാതിലിലൂടെയാണോ ഉദ്ദേശിക്കുന്നത്, മിന്നൈ ബാബിൽ ജന്നതി ശിഅത, ഏത് സ്വർഗത്തിന്റെ വാതിലിലൂടെ പോടോ സെലക്ട് ചെയ്യാമെന്ന് മലക്കുകൾ അവനോട് പറയുന്നു. ദുആ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ദുആയാണ്. എല്ലാ ദോഷങ്ങളും പൊറുക്കാൻ ഭൂമിയുടെ മണ്ണിന്റെ കണക്കനുസരിച്ചു കൊണ്ടാണെങ്കിലോ, കടലിലെ വെള്ളത്തിന്റെ തിരമാലകളുടെ കണക്ക് കൊണ്ടാണെങ്കിലോ, എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊറുക്കാൻ മതിയായ ഒരു ദുആ അബൂദറുൽ ഗിഫാരി തങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആ കാരണത്താൽ 2 തവണ ഓരോ ദിവസവും ആ ദുആ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ദുആയാണ് ദുആ. ആ ദുആ ചെയ്യുന്നത് കാരണമായിട്ട്, ആ ദുആ ചെയ്യുന്നത് കാരണമായിട്ട്, അങ്ങനെ ദുആ ചെയ്യുന്നത് കാരണമായിട്ട്, അതുപോലെ അതിനു മുമ്പ് അങ്ങനെ തുടങ്ങി ദുആയുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് ആ ദുആന്റെ പൂർണ്ണഭാഗം, ആ ദുആ, ഈ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു ദിക്റുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ളവർക്ക് അതിൽ എഴുതിയിടാൻ വേണ്ടി പറയാം. അല്ലാഹുവേ, നീ ഖൈർ നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇങ്ങനെ നന്മകളുടെ ദുആ ചെയ്യുന്നവരാകണം. അല്ലാഹുവേ, ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ.
അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിന് മുകളിലായിരുന്നുവല്ലോ. അള്ളാഹുവിന്റെ അർശ് സിംഹാസനം വെള്ളത്തിന് മുകളിൽ. ആദ്യം ഇവിടെ മണ്ണില്ല, ആദ്യം ഇവിടെ വെള്ളമാണ്. കഅബ ഉണ്ടായിരുന്നത് നല്ല നൊര പോലെ വെള്ളത്തിന്റെ മുകളിലാണ് ആദ്യം കഅബയുണ്ടായത്. ഈ വെള്ളത്തിന്റെ മുകളിൽ സിംഹാസനം, അള്ളാന്റെ അർശ്, അള്ളാന്റെ കുർസ്, ഇതെല്ലാം സ്ഥാപിച്ച നേരമില്ലേ ആ സമയത്ത് ആ വെള്ളത്തിൽ ഒരുപാട് തവളകൾ ഉണ്ടായിരുന്നു. തവളനെ കൊല്ലാൻ പാടില്ല. ധാരാളം ദിക്ർ ചൊല്ലുന്നൊരു ജീവിയാണ് തവള എന്നാൽ. അതുകൊണ്ട് തവളയെ കാറിനടിയിലിട്ട് കൊന്നുകളയരുത്. ചിലപ്പോൾ ഉസ്താദെ കപ്പ ഔത്തുക്ക് വന്നങ്ങ് മാട്ടമാ, കപ്പ തപ്പിയിട്ട് തുള്ളിയിട്ട് നിന്റെ ഔത്തേക്ക് വന്നങ്ങ് മാട്ട, ഉടുമ്പ് വന്നെ ഉടു വന്നങ്ങ് മാട്ടമാ, മണി ഉടു വന്നെങ്ങ് വലിയ മാട്ടമാ, പല്ലി തലക്ക് പൂണ്ടെങ്കിൽ ജീമ പോണ്ട, പല്ലി തലക്ക് പൂണ്ടെങ്കും ജീമ പോണ്ടു, പൂണ്ടിലെങ്കും ജീമ പോണ്ടു അല്ലെ. ആയുസ് തീരുമ്പോ പല്ലി വീണാലും മരിക്കണം, പല്ലി വീണ്ടില്ലെങ്കിലും മരിക്കണം. അള്ളാഹുവെ നന്മകൾ ചെയ്യാൻ ഒരു ചരിത്രം പറഞ്ഞു നിർത്തുകയാണ്, ഒരു ചരിത്രം പറഞ്ഞു നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഹുസൈമ തങ്ങളവരുകൾ വലിയ മുതലാളിയായിരുന്നു, വലിയ മുതലാളിയായിരുന്നു. കാലക്രമേണ ഹുസൈമ തങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി. ഇക്കൊല്ലം പറഞ്ഞു ഹുസൈമ തങ്ങളുടെ ചരിത്രം ഇല്ല, പറഞ്ഞിനെങ്കിൽ വേറെ പറയാം. പറഞ്ഞ ഹുസൈമ തങ്ങളുടെ സ്റ്റോറി ഇല്ല, ധൈര്യത്തിൽ പറഞ്ഞു. അപ്പൊ എല്ലാ ദിവസവും വയൽ കേട്ടിന് അല്ലാഹു നീ ബർക്കത്താക്കണേ അല്ലാഹ്. ഹുസൈമ തങ്ങൾ വലിയ മുതലാളിയാണ്, വലിയ പണക്കാരനാണ്. പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഹുസൈമ തങ്ങളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി. പാപ്പറായി, കടം വാങ്ങി കൊടുക്കാൻ കഴിയാത്ത പോലെയായി. കടങ്ങൾ കുന്നുകൂടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നുപോയി. കടം കൊടുക്കാൻ കഴിയുന്നില്ല, കടം വീട്ടാൻ കഴിയുന്നില്ല. ആ സമയത്ത് ഇക്രിമ എന്ന് പറയുന്ന കൂട്ടുകാരൻ, ഹുസൈമ തങ്ങളുടെ കൂട്ടുകാരനാണ് ഇക്രിമ. അവർ ഗവർണറാണ്, വലിയ പോസ്റ്റിലുള്ള ആളാണ്, വലിയ പോസ്റ്റിലുള്ള ആളാ. ഇക്രിമ തങ്ങൾക്ക് ഇതറിഞ്ഞു. 4000 ദിർഹം, ലക്ഷോപലക്ഷമായില്ലേ, 4000 ദിർഹം ഫണ്ടിൽ നിന്ന് കടമെടുക്കുകയാണ്. കടമെടുത്തുകൊണ്ട് ഇക്രിമ തങ്ങള് ഹുസൈമ തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ട് രാത്രി മുഖത്ത് മുഖം മൂടിയിട്ട് മുഖത്തിലേക്ക് വസ്ത്രമിട്ട് കാണാത്ത പോലെ കണ്ണിന്റെ ഭാഗം മാത്രം തൊളയാക്കിയിട്ട് ഒട്ടകത്തിൽ കയറിയിട്ട് രാത്രി നട്ടപ്പാതിരാക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭാര്യ ചോദിച്ചു, അല്ല എവിടേക്കാണ് ഈ പാതിരാ നേരത്ത്, എങ്ങോട്ടാ പോകുന്നത്? ഭാര്യയോട് പറഞ്ഞു, ആരോടും പറയരുത്, ആരോടും പറയരുത്, ആരോടും പറയരുത്. നമ്മുടെ ഇക്രിമ വല്ലാത്ത നമ്മുടെ ഹുസൈമ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്. ഹുസൈമയെ ഒന്ന് സഹായിക്കാൻ ഞാൻ അങ്ങോട്ട് പോയാ, ഹുസൈമയെ സഹായിക്കാൻ പോയാ ആരോടും നീ പറഞ്ഞു പോകരുത്. അങ്ങനെ മുഖത്ത് കറുത്തത് കെട്ടിയിട്ട്, മുഖത്ത് വസ്ത്രം തുണി കെട്ടിയിട്ട് ഇക്രിമ തങ്ങള് ഹുസൈമ തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. പോയിട്ട് വാതിൽ മുട്ടുന്നു. വാതിൽ മുട്ടിയിട്ട് 4000 ദിർഹം ഇതിലുണ്ട്, ഇത് പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പാതിരാ നേരത്ത് ഹുസൈമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? മന്നൻസ, നിങ്ങൾ ആരാണെന്ന് പറയാമോ? എന്റെ ഈ ബുദ്ധിമുട്ട് നേരത്ത്, എന്റെ ഈ പ്രശ്ന നേരത്ത്, എന്റെ ഈ പ്രതിസന്ധിയുടെ നേരത്ത് എന്നെ സഹായിക്കുന്ന അങ്ങാരാ, ഒന്ന് പറഞ്ഞു തരാമോ? എന്റെ ബുദ്ധിമുട്ടിൽ എന്നെ സഹായിക്കുന്ന അങ്ങയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അങ്ങയുടെ സമ്പത്ത് വേണ്ട. അപ്പോഴാ പറയുന്നത്, അന മുൻകിദുൽ കിറാം മിൻ ഖദരില്ലയ്യാം. മാന്യന്മാർക്ക്, നല്ല ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനാണ് ഞാൻ. പേരില്ല, പേര് ചോദിക്കരുത്.
പാവപ്പെട്ടവനെ ബുദ്ധിമുട്ടുന്ന ആളുടെ ഇസ്സത്ത് കാക്കാൻ വേണ്ടി പണിയെടുക്കുന്നയാളാ ഞാൻ. ഇത് പറഞ്ഞപ്പോ അദ്ദേഹം കരുതി വല്ല മലക്കാകാലോ വല്ല ജിന്നാകാലോ. അൽഹംദുലില്ലാഹ് ഇതും ചൊല്ലിയിട്ട് ആ സദഖ സ്വീകരിച്ചിട്ട് ഭാര്യയോട് പറയുന്നു ആരോടും പറഞ്ഞിട്ടില്ല. എന്നോട് ഹുസൈമ ചോദിച്ചു, അല്ലാ പേര് ചോദിച്ചു, ഞാൻ പറഞ്ഞു അനമുങ്കിദുൽ കിറാം മിൻ ഖദരില്ലയ്യാ. ഇത് ഞാൻ പറഞ്ഞു വന്നില്ലയോ? ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അവരോട് വന്നു, എന്റെ പേരറിഞ്ഞില്ല. പോകട്ടെ, കാലചക്രമങ്ങ് നീങ്ങിയിട്ട് കാലങ്ങൾ കഴിഞ്ഞു. ഇക്രിമയുടെ ഗവർണർ പോസ്റ്റ് പോവുകയാണ്. ഇക്രിമയുടെ ഗവർണർ പോസ്റ്റ് നഷ്ടപ്പെടുകയാ. ഇക്രിമയെ ഒഴിവാക്കുകയാ. പിന്നെ ഹുസൈമ വലിയ പണക്കാരനായി. 4000 ദിർഹം ഇക്രിമ തങ്ങൾ കൊടുത്തത് കൊണ്ട് കടം വീട്ടി കച്ചവടം ചെയ്ത് വലിയ മുതലാളിയായില്ലയോ? വലിയ മുതലാളിയായി. ഈ മുതലാളിയായ ശേഷം രാജ്യത്തിന്റെ ഗവർണർ പദവി ആർക്ക് കിട്ടിയെന്നറിയാവോ? ഗവർണർ പദവി കിട്ടി ഈ ഹുസൈമ തങ്ങളവരുകൾക്ക്. ഹുസൈമാക്ക് ഗവർണറുടെ പദവി കിട്ടി. ആരുടെ ഗവർണർ പദവിയാ നഷ്ടപ്പെട്ടു പോയത്? ഇക്രിമ തങ്ങളുടെ ഗവർണർ പദവിയാ. പക്ഷേ ഇക്രിമ തങ്ങൾക്ക് സങ്കടമില്ല. വഴിയിലേക്ക് വന്നു. വഴിയിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട ഹുസൈമ തങ്ങളെ സ്വാഗതം ചെയ്യുകയാ. ഹുസൈമ തങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇക്രിമ തങ്ങള് എല്ലാം കൈമാറുന്നു. രാജാവിന്റെ കൽപ്പന ഹുസൈമയോട് ഇക്രിമയുടെ കണക്ക് നോക്കാൻ, ഗവർണറായ ഇക്രിമയുടെ കണക്ക് നോക്കാൻ. ഹുസൈമ കണക്ക് നോക്കുമ്പോ 4000 ഉറുപ്പികയുടെ ഷോട്ടുണ്ട്. ഖസാനയിൽ 4000 ദിർഹമിന്റെ ഷോട്ടുണ്ട്, കുറവുണ്ട്, കടം കാണിക്കുന്നുണ്ട്. ഹുസൈമ തങ്ങൾ രാജാവോട് പറഞ്ഞു, ഇക്രിമയുടെ കണക്കിൽ 4000 ദിർഹം ഷോട്ട് കാണുന്നുണ്ട്. ഇക്രിമ തങ്ങളെ വിളിപ്പിച്ച് കൈകളിലേക്ക് ആപ്പിട്ട് കൈകളിൽ ചെയിൻ ബന്ധിച്ചിട്ട് ജയിലിൽ കൊണ്ടുപോയി അടക്കുകയാ. ആരാ ജയിലിൽ അടക്കുന്നത്? വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത പോലെ കടം കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ട് അനുഭവിച്ച ആളെ സഹായിച്ച ഇക്രിമ. ഈ ഇക്രിമാനെ ജയിലിലേക്ക് അടക്കുന്നവരാരാണ്? സഹായം വാങ്ങിയ ഹുസൈമയാ. ഇക്രിമ പറയുന്നില്ല, ഹുസൈമ ആരും സഹായിക്കാനില്ലാത്ത നേരം കണ്ണിലേക്ക് വസ്ത്രം കെട്ടിയിട്ട്, മുഖത്ത് വസ്ത്രം കെട്ടിയിട്ട് അങ്ങെ ഒന്ന് സഹായിച്ചത് ഞാനാ? ഇല്ല. 4 മാസക്കാലം ജയിലറകളിൽ കഴിഞ്ഞ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉണങ്ങിപ്പോയി. ഇക്രിമ തങ്ങള് കാണാൻ പറ്റാത്ത പോലെ മെലിഞ്ഞൊട്ടിയിട്ട് ജയിലിൽ കഴിയുകയാണ്. ആര്? ബഹുമാനപ്പെട്ട ഇക്രിമ. ആരാണ് ഇക്രിമ? ഇന്നത്തെ ഗവർണറായ ഹുസൈമ. ഈ ഹുസൈമാനെ സഹായിക്കാൻ വേണ്ടിയാണ് ഖസാനയിൽ നിന്ന് 4000 ദിർഹം കടമെടുത്തത്. 4000 ദിർഹം കടമെടുത്തിട്ട് എന്ത് ചെയ്തു? കട്ടതല്ല, ചെലവഴിച്ചതല്ല, ബിന്ദാസാക്കിയതല്ല. പിന്നെ ഈ ഹുസൈമാനെ ആരും സഹായത്തിനില്ലാത്ത നേരത്ത് മുഖത്ത് തുണി കെട്ടിയിട്ട് നട്ടപ്പാതിരാ രാത്രി ഒട്ടകത്തിൽ പോയിട്ട് ഹുസൈമാന്റെ ഇസ്സത്ത് കാക്കാൻ വേണ്ടിയിട്ട് ഇക്രിമ കടമാക്കിയതിന്റെ പേരിൽ 4 മാസക്കാലമാണ് ഹുസൈമ എന്ന് പറയുന്നവർ, ഇക്രിമ എന്ന് പറയുന്ന മഹാനുഭാവനെ 4 മാസം ജയിലിലടക്കുകയാ. കരഞ്ഞുപോയി. എന്നിട്ടും ഇക്രിമ പറഞ്ഞില്ല ഞാനാ നിന്നെ സഹായിച്ചതെന്ന്. അവസാനം ഇക്രിമ തങ്ങളുടെ ഭാര്യയില്ലേ,
ആ ഭാര്യയായ മഹദിയവറുകൾ ഹുസൈമ തങ്ങളുടെ ഭാര്യയോട് പറയാൻ വേണ്ടിയിട്ട് ജോലിക്കാരിയോടൊരു വാക്ക് പറഞ്ഞു കൊടുത്തു. മുൻകിദുൽ കിറാം മിൻ ഖദരിൽ അയ്യാം. ഇങ്ങനെ സഹായിച്ച ഒരു മനുഷ്യനെയാണോ നിങ്ങൾ ജയിലിൽ അടച്ചതെന്ന് ആരും ഇല്ലാത്ത നേരത്ത് നിങ്ങളുടെ ഭർത്താവായ ഗവർണറായ ഹുസൈമയോട് ചോദിക്കണേ. ആരും സഹായത്തിനില്ലാത്ത നേരത്ത് നട്ടപ്പാതിരാ രാത്രി വന്നിട്ട് ഒട്ടകത്തിൽ ഒന്ന് സഹായിച്ച പേര് പറയാത്ത സഹോദരന് 4 മാസമായില്ലേ ജയിലിലടച്ചിട്ട്? ഇത് ശരിയാണോ? കരഞ്ഞുകൊണ്ട് ഹുസൈമ തങ്ങൾ ഇത് കേൾക്കേണ്ട താമസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജയിലിൽ പോയിട്ട് ഇക്രിമ തങ്ങളെ കെട്ടിപ്പിടിക്കുകയാ. ഇക്രിമ അറിഞ്ഞില്ല, ഇക്രിമ മനസ്സിലായില്ല, ഇക്രിമ പൊറുക്കണേ ഇക്രിമ. അങ്ങയുടെ കയ്യിലുള്ള ആ ചെയിൻ കൊണ്ട് ഹുസൈമാനെ ബന്ധിച്ചിട്ട് 4 മാസക്കാലോ ഞാൻ ജയിലിൽ കിടക്കാം. 4 മാസക്കാലം ഞാൻ ജയിലിൽ കിടക്കാം. പക്ഷേ എന്നോട് പൊറുക്കണേ ഇക്രിമ. ഇക്രിമ തങ്ങൾ പറയുന്നു, വല്ലാഹ് ആവശ്യമില്ല, അല്ലാഹു തന്നെയാണ് സത്യോ. ഇല്ല ഇല്ല, അങ്ങ് ജയിലിൽ കിടക്കാൻ പാടില്ല. പുറത്തു കൊടുത്തിട്ട് ഹുസൈമ തങ്ങളോട് ഒരു വാക്ക് പോലും ഇക്രിമ അങ്ങോട്ട് പറഞ്ഞില്ല. ഇക്രിമ അങ്ങോട്ട് പറഞ്ഞില്ല. ഞാൻ ഇത്ര ഹെൽപ്പ് ചെയ്തിട്ട് എന്നെ നീ ജയിലിലിട്ടില്ലയോ? ഇല്ല ഇല്ല. കരഞ്ഞുകൊണ്ട് ഇക്രിമ കെട്ടിപ്പിടിച്ചിട്ട് ഹുസൈമയോട് പറഞ്ഞു, സാരമല്ല, സാരമല്ല, സാരമല്ല. ഹുസൈമാന്റെ ആവശ്യത്തിന് വേണ്ടി 4000 കടം വാങ്ങിയിട്ട് ഹുസൈമാന്റെ ഇസ്സത്ത് ബാക്കി വെച്ച ഇക്രിമ തങ്ങൾ 4 മാസക്കാലം ജയിലിൽ കിടന്നിട്ട് 4 മാസക്കാലം ജയിലിൽ കിടന്നിട്ട് ഒരു ആവലാതിയില്ല, ഒരു വേവലാതിയില്ല, ഒരു ചീത്തപ്പറച്ചിലില്ല. ജയിലടക്കുമ്പോൾ ഇക്രിമാക്ക് പറയാമായിരുന്നു, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഹുസൈമ 4000 ദിർഹം ഫണ്ടിൽ നിന്ന് കടം വാങ്ങിയത്, നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. ഇല്ല ഇല്ല, ഒന്നും പറഞ്ഞില്ല. 4 മാസക്കാലം തന്റെ സഹോദരനെ സഹായിച്ചതിന് വേണ്ടി അതേ സഹോദരനെ കൊണ്ട് ജയിലിൽ കടന്നില്ലയോ? അവർ ക്ഷമിച്ചില്ലയോ? കൂട്ടുകാരൻ അറിയാതെ കൂട്ടുകാരനെ ഹെൽപ്പ് ചെയ്തില്ലയോ? അല്ലാഹുവേ, ധാരാളം സഹായിക്കാൻ, ധാരാളം നന്മകൾ ചെയ്യാൻ, ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. 2 മണിക്കൂറോളായി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ചായയും നല്ല കടിയൊക്കെ കഴിച്ചു. ഭക്ഷണം ഫുഡ് പിന്നെയാന്നൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാഹ് നിർത്താൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് തങ്ങളൊക്കെ വന്ന് ധാരാളം നിങ്ങൾക്ക് ദുആ ചെയ്യും. അല്ലാഹു നീ ഖൈറും ബറകത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ധാരാളം സദഖ ചെയ്യുക, നല്ല സ്വഭാവക്കാരായി ജീവിക്കുക, എല്ലാരോടും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കുക, ആരോടും പിണങ്ങി നിൽക്കരുത്, ആരെയും വെറുപ്പിക്കരുത്, ആരുടെയും മനസ്സിന് സങ്കടപ്പെടുത്തരുത്. ഒരാളുടെയും മനസ്സിന്റെ വേദന അല്ലാഹു നമുക്ക് മാപ്പ് തരില്ല. ഒരാളുടെയും കണ്ണുനീരിന് അല്ലാഹു നമുക്ക് പരിഹാരം തരില്ല. ചെറുപ്പക്കാരൊക്കെ നല്ല പ്രവർത്തനം ചെയ്യുക, സോഷ്യൽ വർക്കൊക്കെ നല്ലോണം ധാരാളം ചെയ്യുക, യതീം മക്കളെ സഹായിക്കുക, പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുക, എഡ്യൂക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഇവിടെ ശരീഅത്ത് കോളേജിന്റെ കാര്യം പറഞ്ഞു. മാഷാ അല്ലാഹ് നല്ല വിഷയമാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് ശരീഅത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഖിദ്മത്ത് ചെയ്ത ഒരു മനുഷ്യനാണ്. ഞങ്ങളൊക്കെ ദുആ ചെയ്യണം. പെൺമക്കളൊക്കെ തങ്ങൾ ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ് അല്ലാഹു നീ കബൂലാക്കണം റഹ്മാനെ. വുമൻസ് കോളേജൊക്കെ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യണം. നല്ല രൂപത്തിൽ പ്രശ്നങ്ങൾ വരാതെ, കുഴപ്പം വരാതെ നല്ല രൂപത്തിൽ പെൺകുട്ടികൾക്ക് ഇൽമു പഠിപ്പിച്ചെടുക്കുന്ന, ഞാൻ തന്നെ പുത്തൂർ സംപിയിൽ സഹറ ബത്തൂൽ എന്ന് പറഞ്ഞ ഒരു വുമൻസ് കോളേജ് നടത്തുന്നുണ്ട്. മതവും ഭൗതികവും വിദ്യാർത്ഥികൾക്ക് ശരീഅത്തുണ്ട്. അത് ഫസ്റ്റ് PU, സെക്കൻഡ് PU, +1, +2 ഒക്കെ ഡിഗ്രി പ്രൈവറ്റായി എഴുതുന്നവർക്ക് അതിനും, അതുപോലെ പ്രത്യേക കോഴ്സുകളും മറ്റൊക്കെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പെൺകുട്ടികൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ, മയ്യത്ത് കുളി പഠിപ്പിച്ചു
പഠിപ്പിച്ചു കൊടുക്കാനും പ്രാക്ടിക്കലായ ക്ലാസ്സുകൾക്കൊക്കെ അങ്ങനെ അതുമല്ലാതെ ഒരുപാട് കോളേജുകൾ പുത്തൂരിലും മംഗലാപുരത്തൊക്കെയുണ്ട്. അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ചെറിയ മക്കൾക്കൊക്കെ നമ്മൾ നന്മ പഠിപ്പിച്ചു കൊടുക്കുക, വിസ്മി പഠിപ്പിച്ചു കൊടുക്കുക, ഖൈർ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ മക്കളൊക്കെ നന്മ പഠിക്കുന്ന മക്കളാകണം. ചെറിയ വയസ്സിൽ നമ്മുടെ മക്കളെയൊക്കെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടിയുള്ള സംവിധാനം ദീനിയായ ചട്ടക്കൂട് ഇപ്പോൾ തന്നെ സംപ്യയുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് ഒരു ക്യൂമാക്സ് പബ്ലിക് സ്കൂൾ എന്ന രൂപത്തിൽ ചെറിയ മക്കൾക്ക് ഇംഗ്ലീഷും അതിന്റെ കൂടെ ഖുർആനും അതിന്റെ കൂടെ ദിക്റും അതുപോലെ പ്രാക്ടിക്കലായ ഇബാദത്തുകളും സലാത്തുകളും നന്മകളൊക്കെ പഠിപ്പിക്കുന്ന ചെറിയ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു സ്കൂള്. പ്രത്യേകം ലാഭം ഉദ്ദേശിച്ചുകൊണ്ടെന്നല്ല, നമ്മുടെ സമുദായത്തിന്റെ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ, നമ്മുടെ മക്കൾ നന്മ പഠിക്കാൻ വേണ്ടി അതിനൊക്കെയുള്ള ഉദ്ദേശങ്ങൾ വെച്ച് ഒരുപാട് ആളുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും അല്ലാഹു വിജയത്തിലേക്ക് എത്തിച്ചേരട്ടെ. നമ്മുടെ ഈ സമുദായത്തിന്റെ എല്ലാ സ്ഥാപനം അതാരുണ്ടാക്കിയാലും എല്ലാം വിജയിക്കണം. എല്ലാവരുടെയും സ്ഥാപനങ്ങളും മീൻസ് കോളേജുകൾ, ശരീഅത്ത് കോളേജുകൾ, അതുപോലെ നമ്മുടെ മറ്റുള്ള കോളേജുകൾ, നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എല്ലാം നമ്മളേതും പൊളിക്കാൻ ശ്രമം നടത്തരുത്. നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഒരു സ്ഥാപനം കെട്ടിപ്പടുത്തുയർത്താൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. മദ്രസ കെട്ടിപ്പടുത്തുയർത്താൻ, പള്ളി കെട്ടിപ്പടുത്തുയർത്താൻ എല്ലാത്തിനും പ്രയാസങ്ങളുണ്ട്. എല്ലാത്തിനോടും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ ഉറൂസിൽ പങ്കെടുത്തവർ, ഇതുവരെ ഭക്ഷണം കൊടുത്തവർ, ഇന്ന് ഭക്ഷണം വീട്ടുകാർക്ക് അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. സ്വർഗീയ ഭക്ഷണം നൽകണേ റഹ്മാനെ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, വീട്ടുകാർക്കൊക്കെ വയതിനും കേൾക്കാനും പറയാൻ ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലാഹു ഇതിനെല്ലാത്തിനും ആ വീട്ടുകാർക്ക് ഇന്നലകളിൽ ഭക്ഷണം കൊടുത്തവർ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും റഹ്മത്തും ചെയ്യണേ അല്ലാഹ്. ഒരുപാട് ഉമ്മമാർ ഇവിടെയൊക്കെ കാണുന്നു അല്ലാഹ്. ആ ഉമ്മമാരുടെ മനസ്സിന്റെ പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. മക്കളനുസരണയുള്ളവരാക്കണേ അല്ലാഹ്. വയസ്സുള്ള ഉമ്മമാർ പടച്ചോനെ ഈ വയലിനും സദസ്സിലൊക്കെ വന്നതിന് ഹജ്ജ് ഉംറാന്റെ പ്രതിഫലം അവർക്ക് നീ നൽകണേ അല്ലാഹ്. എത്രയോ ഉമ്മമാർ ഒന്ന് മക്ക കാണാൻ, ഒന്ന് കഅബ കാണാൻ, ഒന്ന് ഹബീബിന്റെ റൗളയിലെത്താൻ കരഞ്ഞുകൂടുന്ന ഉമ്മമാരുണ്ട് യാ അല്ലാഹ്. അവരോടൊക്കെ പറയുന്നത് അല്ലാഹു അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാത്ത ഉമ്മമാരൊക്കെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഒരു 7:15 ആകുന്നത് വരെ അവിടെ തന്നെ ഇരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹോ അസ്തഗ്ഫിറുല്ലയോ ഒക്കെ ചൊല്ലി ഒരു 7:15 ഒക്കെ ആകുമ്പോ 7:20 ആകുമ്പോ ഒന്ന് ളുഹാ നിസ്കരിച്ചിട്ട് എണീച്ചാൽ പൂർണ്ണമായ ഹജ്ജിന്റെ കൂലി, പൂർണ്ണമായ ഉംറയുടെ കൂലി അല്ലാഹു അവർക്ക് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇബാദത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക, ധാരാളം നടക്കുക. രാവിലെ റസൂലുള്ളാഹി തങ്ങൾ ചെരുപ്പിട്ടും ചെരുപ്പിടാതെയൊക്കെ നടക്കലുണ്ട്. ചെരുപ്പിടാതെയും ചെരുപ്പിട്ടൊക്കെ മണ്ണിലൂടെ നടക്കണം. മക്കളൊക്കെ മണ്ണിൽ കളിക്കണം. കളിച്ചാൽ മക്കൾക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അലർജി എന്ന് പറഞ്ഞിട്ട് ഫോമിന്റെ കോഴി പോറ്റിയ പോലെ ആ ബെഡ്റൂമിന്റെ ഉള്ളിൽ ആ കൊതുവിന്റെ ബലയിലിട്ടിട്ട് ബന്ധാക്കി ഇത് വെച്ച് അങ്ങനെയല്ല. മക്കൾ മണ്ണിൽ പുലരണം, മക്കൾ മണ്ണിൽ കളിക്കണം, മണ്ണിൽ ചവിട്ടണം ഒക്കെ ചെയ്യണം. അല്ലാഹു നീ ഖൈർ നൽകണേ അല്ലാഹ്. മണ്ണിൻ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ശീലിക്കണം. വെള്ളം ഫ്രിഡ്ജിൽ വെക്കുക അല്ല വേണ്ടത്. കൊറോണ വൈറസ് ഒക്കെ അല്ലേ നമ്മളൊക്കെ പേടിച്ചില്ലേ? ഖബർ വന്നിട്ട് നമുക്ക് ആർക്കും പേടി വന്നിട്ടില്ല, മഹ്ശർ പറഞ്ഞിട്ട് ആരും പേടിച്ചിട്ടില്ല. ഒരാൾ ചോദിക്കുന്ന നല്ല ഉസ്താദേ കൊറോണ വൈറസ് ഖിയാമത്ത് അടയാളം കിതാബിലുണ്ടാകും, ബാക്കി എന്തെല്ലാം കിതാബിലുണ്ട്, അതിനെന്ത് ചോദിക്കുന്നില്ല. പിന്നെ ഇത് പേടി ഇവിടെ കൊഞ്ഞിട്ട് അമ്മ വീണെങ്കിൽ എന്ത് പേടിയെന്ന ഞാൻ ഒരാൾ ഒരു വീഡിയോ അയച്ചു തന്നു. തമാശക്കോ കാര്യത്തെന്നറിയില്ല. എന്ത് ട്രെയിന്? മെട്രോ ട്രെയിനിൽ സീറ്റില്ല, ഇരിക്കാനില്ല, വിൽക്കാനില്ല, ഏട് സ്ഥലമില്ലാത്തപ്പോൾ പോണിച്ച് ഞാൻ ചൈന ഇന്നലെ വന്നെത്ര എല്ലാവരും അടിച്ചിട്ട് ഞോ സുഖമായിട്ട് മെട്രോയിൽ നിന്നിട്ട് അടുത്ത സ്റ്റേഷനിൽ ഓർക്ക് ആവശ്യം വരുമ്പോ അല്ലെ ഈ രൂപത്തിലൊക്കെ ആള് പേടി. നമുക്ക് ഭയങ്കര പേടിയാണ്. ജീവിക്കാനുള്ള കൊതി കൊണ്ടുള്ള പേടിയാണ്. അങ്ങനെ നമ്മൾ കണക്കിൽ കൂടുതൽ പേടിക്കണ്ട. പടച്ചോൻ ആയുസ് തീരുമ്പോ നമ്മളൊക്കെ മരിച്ചു പോകും. നല്ല സ്വഭാവക്കാരായി ജീവിക്കുക. കുറച്ച് പുഞ്ചിരിക്ക മനുഷ്യന്മാർ ഇങ്ങനെ ഈ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ സങ്കടമായിട്ട് വിഷമായിട്ട് ബേജാറായിട്ട് എന്തിനാണ്? കുറച്ചൊന്ന് ചിരിക്കുക. മനുഷ്യന്മാരോടൊക്കെ പുഞ്ചിരിക്കുക. നോക്കിയിട്ട് ജനങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കുക. ചില ആളൊക്കെ വിചാരിച്ചത് ഉസ്താദിനോട് ചിരിച്ചാൽ നമ്മളെ കപ്പാസിറ്റി കുറയുന്ന, നമ്മുടെ VIP പോസ്റ്റിന് ഒരു പ്രോബ്ലം ഇല്ല. ചിരിക്കുക, ധാരാളം ചിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് നോക്കിയിട്ട് പെണ്ണുങ്ങളൊക്കെ ചിരിക്കണ്ട. ആണുങ്ങളെ നോക്കി ചിരിക്കുക, പെണ്ണുങ്ങളൊക്കെ നോക്കി ചിരിക്കുക, ധാരാളം ചിരിക്കുക. ചിരിക്കുന്ന ആളുകൾക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമെന്ന്. ഇനിയിപ്പോൾ ഇന്ന് നാളെ പോയിട്ട് പീടിയിൽ നിന്നിട്ട് ചിരിച്ച ആൾക്കാർ അപ്പുറത്തുള്ള ചെല്ലു. ഇന്നലെയുള്ള ശരിയുണ്ട്, ഇന്ന് എന്നില്ല എന്താ കാലത്ത് ഇതിനെ ചിരിക്കുന്ന കാണും. അങ്ങനെ സഡൻ അല്ല, കുറച്ചായിട്ട് എന്ത് ചെയ്യാ, ആളുകളോടൊക്കെ ചിരിക്കുക, ആളുകളോടൊക്കെ മുസാഫഹത്ത് ചെയ്യുക. ഭാര്യയുടെ കൈ മുസാഫഹത്ത് ചെയ്യുക. നല്ല ഭർത്താവ് വീട്ടുകാർക്ക് ഭാര്യയുടെ കൈ മുസാഫഹത്ത് ചെയ്യുക, മക്കളുടെ കൈ മുസാഫഹത്ത് ചെയ്യുക. അതുകൊണ്ട് ദോഷങ്ങൾ പുറപ്പിക്കപ്പെടും. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്.
അള്ളാഹു എല്ലാവർക്കും ഞാൻ ഫോൺ ചെയ്യാം സലാമത്തായി. അള്ളാഹു നീ കബൂലാക്കണം റഹ്മാനെ, മുറാദുകളെ ഹാസിലാക്കണം റഹ്മാനെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ നീ കാക്കണേ അല്ലാ. ഇവിടെ വന്ന ആണുങ്ങൾ പെണ്ണുങ്ങൾ നീ സലാമത്താക്കണേ അല്ലാ. ലൈവുകളിൽ പരിപാടി വീക്ഷിച്ച ആളുകൾ, പ്രത്യേകിച്ച് ദ്വാരക്കാൻ പറഞ്ഞ ആളുകൾ, ആണുങ്ങൾ പെണ്ണുങ്ങൾ ചെറിയവർ വലിയവർ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കൾ യതീമക്കളാകുന്ന മരണത്തെ തൊട്ട് കാക്കണേ അല്ലാ. ഉമ്മാനെ ചോദിച്ച് കരയുന്ന മക്കളെ ബാക്കിയാക്കിയിട്ട് ഞങ്ങളെ കൊണ്ടുപോകരുതല്ലാ. എൻ്റെ വാപ്പ എപ്പോൾ വരും